വിശുദ്ധ വേദപുസ്തകത്തിൽ യേശുക്രിസ്തുവിന്റെ കാൽവറി ക്രൂശിലെ മരണ പുനരുത്ഥാനത്തിന് മുൻപേ ദേവാലയങ്ങളിൽ മാത്രം വസിക്കുന്ന ദൈവ സാന്നിധ്യത്തെ നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് ഹന്ന ദേവാലയത്തിൽ പോയി തന്റെ വിഷമങ്ങളെല്ലാം ദൈവസന്നിധിയിൽ പറയുന്നതെല്ലാം നമുക്ക് കാണുവാൻ കഴിയും. ദൈവസാന്നിധ്യം ദേവാലയങ്ങളിൽ മാത്രമായിരുന്ന ആ അവസ്ഥയ്ക്ക് ഒരു മാറ്റം യേശുക്രിസ്തുവിലൂടെ സംഭവിക്കുകയാണ്. യേശുക്രിസ്തുവിലെ കാൽവറി ക്രൂശിലെ യാഗത്തിനു ശേഷം യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ദൈവശബ്ദത്തെ അനുസരിക്കുന്ന നാം ഓരോരുത്തരും ദൈവത്തിന്റെ മന്ദിരങ്ങളായി ആണ് ദൈവം കണക്കാക്കുന്നത്. അതായത് ദൈവം വസിക്കുന്ന ദൈവത്തിന്റെ വാസസ്ഥലമായി നമ്മെ ഓരോരുത്തരെയും ദൈവം കാണുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതയാത്രയിൽ ദൈവത്തിന് ഹിതമല്ലാത്ത കാര്യങ്ങളിൽ നാം ഇടപെടരുത് എന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവത്തെ സ്തുതിക്കുന്ന നാവുകൊണ്ട് തന്നെ നാം ദൂഷണം പറയരുത്. നമ്മെ തന്നെ അശുദ്ധമാക്കുന്ന ഒരു പാപപ്രവൃത്തിയിലും നാം ഇടപെടരുത് എന്നെല്ലാം ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്.